Good morning all. Today we are discussing registers. നമ്മൾ മെമ്മറി ഹൈറാർക്കിയിൽ ഒരു ഡയഗ്രം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടതാണ് രജിസ്റ്റേഴ്സ് എവിടെയായിരുന്നു അവരുടെ പൊസിഷൻ ഏറ്റവും മേലെയായിരുന്നു. എന്തുകൊണ്ട് രജിസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ഏറ്റവും മേലെയായത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അത് ഹയർ ആവുന്നിടത്തോളം, അതായത് മേലേക്ക് പോകുന്തോറും എന്തായിരുന്നു, അത് അത്രയും സ്പീഡായിട്ട് എക്സിക്യൂഷൻ പോസിബിൾ ആക്കും. അതേപോലെ താഴേക്ക് പോകുന്തോറും അത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടും. അപ്പോൾ മേലെയുള്ള രജിസ്റ്റേഴ്സിന് എന്താണ്, സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഫാസ്റ്റസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ് രജിസ്റ്റേഴ്സ് നോക്കാം. രജിസ്റ്റേഴ്സ് ആർ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് വിത്തിൻ ദ CPU വേർ ദ ഡാറ്റ ഫെച്ച് ഫ്രം മെമ്മറി ക്യാൻ ബി ഹെൽഡ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ CPU-നകത്ത് തന്നെയുള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. മറ്റൊരു CPU-ൻ്റെ എക്സ്റ്റേണൽ ആയിരുന്നല്ലോ, ഇവിടെ CPU-നകത്ത് തന്നെ കിടക്കുന്ന മെമ്മറിയാണ് നമ്മുടെ രജിസ്റ്റേഴ്സ്. ഇതിനെ ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ്, ഇതിന് സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ എന്താ വെച്ചാൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഭയങ്കര യൂസ് ഉണ്ട്. പക്ഷേ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് നമ്മളിതിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനേ യൂസ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ എനിക്കൊരു A+Bൻ്റെ റിസൾട്ട് കിട്ടണം. ആ റിസൾട്ട് ഞാൻ അതിലൊന്ന് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചു. ആവശ്യമുള്ള ടൈമിൽ അതങ്ങോട്ട് എടുത്തു. പിന്നെ അടുത്ത ഡാറ്റക്കുള്ള ചാൻസ് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് നമ്മളുടെ CPU-നകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആളെ യൂസ് ചെയ്തിട്ട് ഇന്ന ഡാറ്റ ഹോൾഡ് ചെയ്യാം, അടുത്ത ഡ്യൂട്ടി ചെയ്യുന്ന ആളെ വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് കൊണ്ടുവരാം. നോക്കാം. മോസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് സെവറൽ ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഈച്ച് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. അതായത് മോസ്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ടെക്നിക്കും കൂടെയാണ്. CPU-ന് അത്രയും ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെയാണ് നമ്മളുടെ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് യൂസ് ചെയ്യാത്ത ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്രയും സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാനോ സെക്കൻഡ്സിൽ ഡിഫറൻസ് ആട്ടോ. ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, പക്ഷേ സിസ്റ്റം അല്ലാതെ സ്ലോ ആയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. സോ നമ്മൾ മോസ്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സിലും ഈ ഒരു ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഓരോ രജിസ്റ്റേഴ്സിനും ഓരോ ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ടൈപ്പ് രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായാൽ മതി. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടണം എന്താണ് രജിസ്റ്റേഴ്സ്. ജസ്റ്റ് ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. ഇനി നോക്കാം ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ ഈസ് എ ജനറൽ പർപ്പസ് പ്രോസസ്സിംഗ് രജിസ്റ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് പ്രോസസ്സർ രജിസ്റ്ററാണ്. അതായത് ഇപ്പോൾ നമ്മൾ CPU എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ്റ്റർ ബ്രെയിൻ. അതുപോലെ രജിസ്റ്റേഴ്സുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയപ്പെടാവുന്ന ഒരാളാണ് അക്യുമുലേറ്റർ. എന്തൊക്കെ ഡ്യൂട്ടീസ് അക്യുമുലേറ്റർ ചെയ്യുന്നത്? അക്യുമുലേറ്റർ ഹോൾഡ് ദ ഇനീഷ്യൽ ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് അപ്പോൺ ദ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് ഓൾസോ ദ ഫൈനൽ റിസൾട്ട്സ് ഓഫ് ദി പ്രോസസ്സിംഗ്. അതായത് ഇനീഷ്യൽ ഡാറ്റ എന്താണോ അതിനെ ഹോൾഡ് ചെയ്യാൻ അക്യുമുലേറ്റർ യൂസ് ചെയ്യും. അതേപോലെ ഇപ്പോൾ A+B C+D എന്നൊക്കെ ആണെങ്കിൽ അതിലാദ്യം A+B കാണണം, പിന്നെ C+D കാണണം, എന്നിട്ടാണ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ റിസൾട്ട് കിട്ടുമ്പോൾ അതൊരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ്. പിന്നെ മറ്റേ കൂടെ കിട്ടിയാലേ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്ററിൽ കീപ്പ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. എന്നിട്ട് മറ്റേ വെച്ചിട്ട് പിന്നെ രണ്ടും കൂടെ ആഡ് ചെയ്തൊരു ഫൈനൽ റിസൾട്ടിനെ നമുക്ക് വേണമെങ്കിൽ അക്യുമുലേറ്ററിൽ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മെമ്മറിക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മെമ്മറി ത്രൂ ആണ് ചെയ്യുന്നത്. അതായത് മെമ്മറിക്ക് കൊടുക്കണമെങ്കിൽ പോലും രജിസ്റ്റർ ത്രൂ ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അത് രജിസ്റ്റർ ത്രൂ ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിലൊരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഡാറ്റ ഉണ്ട്, അത് ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ അയാൾക്ക് കൊടുക്കുന്നത് കാരണം അത് സ്ലോ ആയി പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക്, ഫാസ്റ്റായിട്ട് കൊടുക്കാനുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് പാസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോന്നും ഫാസ്റ്റായിട്ട് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഫാസ്റ്റസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആരെ കൊണ്ടുവരണം, അതിനിടയിൽ രജിസ്റ്റേഴ്സിനെ കൊണ്ടുവരണം. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളുടെ PC, അതായത് പ്രോഗ്രാം കൗണ്ടർ. എന്താണ് ഈ രജിസ്റ്ററിൻ്റെ ഡ്യൂട്ടി നോക്കാം. PC ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന ആരാണ്, നമ്മളുടെ PC ആണ്. അതായത് ഇപ്പോൾ CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇനി അടുത്തത് ചെയ്യാം. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത ആൾ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കാൻ CPU-ന് ടൈമില്ല. ബിക്കോസ് CPU എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് യൂട്ടിലൈസേഷനാണ് CPU ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്ത ആൾ സെറ്റായി നിൽക്കണം. ഓൾറെഡി അവിടെ സെറ്റായി നിൽക്കണം. കാരണം CPU-ന് അടുത്ത ആളെ വിളിക്കാൻ പിന്നെ അയാൾ വരാനൊന്നും ടൈമില്ല. അപ്പോൾ എന്ത് ചെയ്യും, അക്യുമുലേറ്റർ ഇവിടെ ഈ പ്രോസസ്സിംഗ് ഒക്കെ അതായിട്ട് CPU ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് നമ്മുടെ PC ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് കഴിഞ്ഞോടുകൂടി PC അഡ്രസ്സ് അങ്ങോട്ട് പാസ് ചെയ്യും, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് പെർഫോമൻസ് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മളുടെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അതായത് MAR. എന്താണ് MAR ചെയ്യുന്നത്? MAR ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദി ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ. ഇപ്പോൾ
ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സിന് സ്റ്റോർ ചെയ്യുന്ന ആളാരാണ് MER. അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ. PC ചെയ്യുന്ന എന്താണ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്രസ്സിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ MER എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനാണോ ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്രസ്സിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വേറെ ആളും കൂടെ ഉണ്ട്, എന്താണ് MBR. എന്താ നോക്കാം. നമ്മൾ പറഞ്ഞു MER ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുമ്പോൾ MBR ചെയ്യുന്നത് അതിൻ്റെ കണ്ടൻറ്റിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. കൺഫ്യൂഷനായി പോയത്. MER അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യും. MBR എന്ന് പറഞ്ഞാൽ മെമ്മറി ബഫർ രജിസ്റ്ററാണ്. അത് എന്താണോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ കണ്ടൻറ്റിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റീഡ് ഫ്രം ഓർ റിട്ടേൺ ടു മെമ്മറി. അതായത് മെമ്മറിയിൽ നിന്ന് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ത്രൂ ആണ്, ആദ്യം MBRലെത്തും, മെമ്മറി ബഫർ രജിസ്റ്ററിലെത്തും, എന്നിട്ടേ CPUലെത്തുള്ളൂ. അതേപോലെ തന്നെ മെമ്മറിക്ക് ഒരു ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ ആദ്യം അത് മെമ്മറി ബഫർ രജിസ്റ്ററിലെത്തും, എന്നിട്ടേ അത് മെമ്മറിക്ക് കൊടുക്കുള്ളൂ. എ വേർഡ് ടു ബി സ്റ്റോർഡ് ഇൻ എ മെമ്മറി ലൊക്കേഷൻ മസ്റ്റ് ഫസ്റ്റ് ബി ട്രാൻസ്ഫർ ടു MBR ഫ്രം വേർ ഇറ്റ് ഈസ് റിട്ടേൺ ടു മെമ്മറി. അതായത് നമ്മൾ മെമ്മറിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ഫാസ്റ്റാക്കി എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഒരാളെ വെക്കും, അയാൾ ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് MBR ത്രൂ ആണ് അതൊക്കെ പോസിബിൾ ആക്കുന്നത്. നെക്സ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ IR ആണ്, അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. IR ഹോൾഡ് ദ കറൻറ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ബീങ് എക്സിക്യൂട്ടഡ്. ഇപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ IR ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആസ് സൂൺ ആസ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ IR, ദ ഓപ്പറേഷൻ പാർട്ട് ആൻഡ് അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ആർ സെപ്പറേറ്റഡ്. അപ്പോൾ IRൽ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ എത്തിയാൽ പിന്നെ IRന് എന്താ പണി അറിയോ, IR എന്ത് ചെയ്യും, ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. അതായത് ഓപ്പറേഷൻ പാർട്ട് അഡ്രസ് പാർട്ടാണ് രണ്ടാക്കി അങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ദ അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ സെൻഡ് ടു MER വൈൽ ഇറ്റ്സ് ഓപ്പറേഷൻ പാർട്ട് ഈസ് സെൻഡ് ടു കൺട്രോൾ സെക്ഷൻ വേർ ഇറ്റ് ഈസ് ഡീകോഡഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി കമാൻഡ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക് സ്പെസിഫൈഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. IR എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളുടെ അഡ്രസ് പാർട്ടിനെ പിടിച്ചിട്ട് MER കൊടുത്തു. നമ്മുടെ ഓപ്പറേഷൻ പാർട്ടിന് എന്ത് ചെയ്യും, കൺട്രോൾ സെക്ഷനിലേക്ക് അങ്ങ് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ ഡീകോഡ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും, എന്നിട്ട് കമാൻഡ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ടാസ്ക് ആണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ടാസ്ക് പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് IR ചെയ്യുന്നത് മനസ്സിലായില്ല. ആദ്യം നമ്മുടെ അഡ്രസ് പാർട്ട് ഓപ്പറേഷൻ പാർട്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനെ രണ്ടാക്കി അങ്ങ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അഡ്രസ് പാർട്ടിനെ പിടിച്ച് MER കൊടുക്കും. ഇൻസ്ട്രക്ഷൻ പാർട്ടിന് അല്ലെങ്കിൽ ഓപ്പറേഷൻ പാർട്ടിന് എന്ത് ചെയ്യും, അത് നമ്മളുടെ കൺട്രോൾ സെക്ഷനിലേക്ക് വിട്ടുകൊടുക്കും. അവർ കമാൻഡ് സിഗ്നൽസൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നമ്മുടെ IO രജിസ്റ്റർ, അതായത് ഇൻപുട്ട് രജിസ്റ്റർ ആൻഡ് ഔട്ട്പുട്ട് രജിസ്റ്റർ. IO രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് IO ഡിവൈസസ്. നമുക്ക് ആ പേര് തന്നെ മനസ്സിലാവും. IO രജിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾ ഇൻപുട്ട് ഇൻഫർമേഷൻ സച്ച് ആസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദിസ് രജിസ്റ്റർ ബൈ എൻ ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് ഡിവൈസസ്, സപ്പോസ് ഒരു കീബോർഡ് യൂസ് ചെയ്തിട്ട് CPUക്ക് ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ, ഈ കീബോർഡിൽ നിന്ന് ഡാറ്റ കൊടുക്കുമ്പോൾ ആദ്യം എവിടെ എത്തും, നമ്മളുടെ ഇൻപുട്ട് രജിസ്റ്ററിലെത്തും, INPR എന്ന് പറയും. അതിൽ നിന്നാണ് പിന്നെ CPUക്ക് എത്തുക. അതേപോലെ തന്നെ സിമിലർലി ഓൾ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ടു ബി ട്രാൻസ്ഫർ ടു ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് ഫൗണ്ട് ഇൻ ദിസ് രജിസ്റ്റർ. ഔട്ട്പുട്ട് രജിസ്റ്ററിൻ്റെ കേസ് എന്താ വരിക, നമ്മൾ എന്ത് ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഔട്ട്പുട്ട് കിട്ടുമ്പോഴും CPU ആർക്ക് കൊടുക്കും, ഔട്ട്പുട്ട് രജിസ്റ്റർക്ക് കൊടുക്കും. ഔട്ട്പുട്ട് രജിസ്റ്റർ മോണിറ്റർ കൊടുക്കും, മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ ഈ രജിസ്റ്ററിൻ്റെ കയ്യൊപ്പ് എല്ലായിടത്തും ഉണ്ട്. അതായത് രജിസ്റ്റർ ത്രൂ ആണ് എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. കാരണം എന്താണ്, ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഡൗട്ട്സ് ഒന്നും ഉണ്ടാകാൻ മാത്രമല്ല, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകൾ ബേസിക് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാതിരിക്കാനാണ്. ഇതിന് നമ്മൾ ഹയർ ക്ലാസ്സിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ഹയറായിട്ട്, കുറച്ച് ടഫായിട്ട്, അതേ ടഫ് എന്നല്ല, ഒന്നുകൂടി ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കും. 5th സെമ്മിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് എല്ലാം ഇനിയും ഒരുപാട് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ ആ സെറ്റ് ലെവലിലെത്തുമല്ലോ. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് മിനിമം മനസ്സിലാക്കുക. എന്നിട്ട് ഈ ടൈപ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തിടാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.